ഒരു കോടഞ്ചേരിക്കാരിയുടെ വിശ്വാസ പ്രഖ്യാപനം. യേശുവായുടെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. മനോവയുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായി സന്ദർശിക്കുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്തീയ വിശ്വാസത്തിൽ വളരാൻ ഈ സന്ദേശം ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നവർ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്കും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ അങ്ങനെ സാധിക്കും. യേശുവായുടെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നാം ഇവിടെ ചിന്തിക്കുന്നത് കോടഞ്ചേരിയിലെ ലവ് ജിഹാദ് വിഷയവുമായി ബന്ധപ്പെട്ട ചില സത്യങ്ങളാണ്. കോടഞ്ചേരിക്കാരിയുടെ വിശ്വാസ പ്രഖ്യാപനം. സഭയിൽ അംഗങ്ങളായ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നടക്കുന്ന കൂടിച്ചേരലിനെ മാത്രമേ കത്തോലിക്ക സഭ വിവാഹമായി അംഗീകരിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള വിവാഹങ്ങളെ മാത്രമാണ് ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ സഭയും ആശീർവദിക്കുന്നത്. സഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തി സഭയ്ക്ക് പുറത്തുള്ള മറ്റൊരു വ്യക്തിയോടൊപ്പം ജീവിക്കുന്നതിനെ വിവാഹമായി ക്രിസ്തുവോ ക്രിസ്തുവിൻ്റെ സഭയോ അംഗീകരിക്കുന്നില്ല. വ്യഭിചാരം എന്നാണ് സഭ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതിനാൽ തന്നെ പരസ്യമായി വ്യഭിചരിച്ച് ജീവിക്കുന്ന വ്യക്തി സഭയ്ക്ക് പുറത്താകും. ആരും പുറത്താക്കിയില്ലെങ്കിലും മിശ്രവിവാഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സഭയ്ക്ക് പുറത്താണ്. മാത്രവുമല്ല, മിശ്രവിവാഹത്തെ നിയമം മൂലം വിലക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയിൽ എങ്ങനെയാണ് മിശ്രവിവാഹിതർക്ക് തുടരാൻ സാധിക്കുന്നത്? അതുകൊണ്ട് താനിപ്പോഴും ക്രിസ്ത്യാനിയാണെന്ന് കോടഞ്ചേരിയിലെ പെണ്ണ് വിളിച്ചു പറയുന്നതിനെ ഒരു വ്യഭിചാരിണിയുടെ ജൽപ്പനമായി പരിഗണിച്ചാൽ മതി. ക്രിസ്തുവിൻ്റെ നിയമത്തെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ ഒരു സ്വൈരിണി പറയുകയാണ് താൻ ക്രിസ്ത്യാനിയാണെന്ന്. ക്രിസ്തീയത എന്താണെന്ന് അറിയാത്തവരുടെ സമൂഹമായി കത്തോലിക്ക സഭയിലെ പുതുതലമുറ വാർത്തെടുക്കപ്പെട്ടതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ പെണ്ണിൽ നിന്നുയർന്ന ശബ്ദം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും ന്യൂജൻ ആചാര്യന്മാർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ വ്യാജന്മാരാണെന്ന് മനസ്സിലാക്കി അകറ്റി നിർത്തുകയും അവരിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യുക. എന്തെന്നാൽ ക്രിസ്തുവിനോ ക്രിസ്തുവിൻ്റെ സഭയ്ക്കോ ഇതിൽ നിന്ന് വ്യത്യസ്തമായ പ്രബോധനമില്ല. ഇനി ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പോപ്പുലർ ഫ്രണ്ടും CPMൻ്റെ കൊട്ടേഷൻ സംഘവും ചേർന്നാണ് കോടഞ്ചേരിയിലെ യുവമിഥുനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ക്രൈസ്തവ യുവതികളെ ഏതെങ്കിലും എംബോക്കികളായ വിജാതീയർ തട്ടിയെടുക്കുമ്പോൾ എക്കാലത്തും അവർക്ക് സംരക്ഷണം നൽകുന്നത് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ തന്നെയാണ്. ഗർഭിണിയായ യുവതിയുടെ അടിവയറ്റിൽ ചവിട്ടി കുപ്രസിദ്ധി നേടിയിട്ടുള്ള കോടഞ്ചേരി സഖാക്കളുടെ സംരക്ഷണയിൽ ആയതുകൊണ്ട് തന്നെ അവിഹിത ദമ്പതികൾക്ക് പേടിക്കാനൊന്നുമില്ല. ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ജിഹാദി പരീക്ഷയോടൊപ്പം ഒളിച്ചോടാനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ സംരക്ഷണം നൽകിയിട്ടുണ്ട്. ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നവർക്ക് സംരക്ഷണം നൽകാൻ കമ്മ്യൂണിസ്റ്റുകൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുമ്പോൾ ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കണം. എന്തെന്നാൽ കമ്മ്യൂണിസം എന്ന പൈശാചികതയെ ഉപേക്ഷിക്കുന്നവർക്ക് ഇവർ വിധിക്കുന്ന ശിക്ഷ 52 വെട്ടിനാലുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. ഇതിനെയാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്നത്. ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവർക്കുള്ള ശിക്ഷയും ഇതുതന്നെയാണ്. കേരളത്തിൽ CPMന് പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അവിടെ വിവാഹങ്ങൾ നടക്കാറുമുണ്ട്. ഈ ഗ്രാമത്തിന് പുറത്തുള്ളവരുമായുള്ള വിവാഹവും പാർട്ടി അനുവദിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിക്കാരല്ലാത്തവരുമായി വിവാഹം അനുവദിച്ചിട്ടില്ല. ഇത് പാർട്ടി ഗ്രാമത്തിലെ നിയമമാണ്. വധു ഒരു രക്തഹാരം വരനെ അണിയിക്കും, വരൻ ഒരു രക്തഹാരം വധുവിനെയും അണിയിക്കും. ക്ഷണിക്കപ്പെട്ട സഖാക്കൾ പാർട്ടി സൂക്തങ്ങൾ ഉച്ചത്തിൽ മുഴക്കും. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ അവസ്ഥയാണിത്. പാർട്ടി ഗ്രാമങ്ങളിലെ കോടതിയും പോലീസുമൊക്കെ പാർട്ടിയാണ്. ഈ പാർട്ടിയാണ് മിശ്രവിവാഹ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ട് നവോത്ഥാന നായകത്വം ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾ മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് സത്യവിശ്വാസികളായ ക്രിസ്ത്യാനികൾക്കറിയാം. എന്നാൽ ക്രിസ്തുവിനോ ക്രിസ്തുവിൻ്റെ സഭയ്ക്കോ ഇതിൽ നിന്ന് വ്യത്യസ്തമായ പ്രബോധനമില്ല.
ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തെ മാത്രമാണ് നിങ്ങൾ മിശ്ര വിവാഹമായി പരിഗണിക്കുന്നത്. പാർട്ടി മാറിയുള്ള വിവാഹത്തെ പോലും അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റ് നരാധമന്മാരാണ് മതം മാറിയുള്ള വിവാഹിതർക്ക് സംരക്ഷണം നൽകാൻ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യം സ്വയം നന്നാകുക. കോൺഗ്രസ്സുകാരുമായും BJPക്കാരുമായും വിവാഹം നടത്തില്ലെന്ന അലിഖിത നിയമത്തിൽ മാറ്റം വന്നുവെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക. എന്നിട്ട് മതി നവോത്ഥാന ജൽപ്പനം. വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിന് വേറെയും വേർഷനുകളുണ്ട്. ഉണ്ടില്ല നയമാണ് അവയിലൊന്ന്. ലവ് ജിഹാദ് വിഷയത്തിൽ കേരളത്തിലെ CPM ഈ നയം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ലവ് ജിഹാദ് എന്ന വിഷയത്തിൽ CPM ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഒരു പ്രത്യേക അടവ് നയമാണ്. പള്ളിമേടകളിൽ അടക്കം പറയാൻ പോകുമ്പോൾ ഉണ്ട് എന്ന നയവും പുറത്തിറങ്ങുമ്പോൾ ഇല്ല എന്ന നയവും ഇവർ സ്വീകരിക്കുന്നു. CPMന്റെ ഈ ഉണ്ടില്ല നയത്തിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടാൻ കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിന് ത്രാണിയില്ല എന്നതാണ് പരിതാപകരമായ മറ്റൊരു യാഥാർത്ഥ്യം. മടിയിൽ കനമുള്ളതുകൊണ്ട് വഴിയിൽ കാണുന്ന സകലരെയും ഇവർക്ക് ഭയമാണ്. ഉറക്കത്തിൽ മെത്രാന്മാർ കാണുന്ന ദുസ്വപ്നങ്ങളിൽ പിണറായിയുടെ വിജിലൻസും മോദിയുടെ EDയും ആയതിനാൽ ഇന്ത്യയിലെ മെത്രാൻ സംഘത്തെ 2 വിഭാഗമായി തിരിച്ചിരിക്കുന്നു. ഒരു സംഘം മോദിയുടെ സ്തുതിപാഠകരാണെങ്കിൽ മറ്റേ വിഭാഗം പിണറായിക്ക് വേണ്ടി കിന്നരം വായിക്കുന്നവരാണ്. അടിമകളായ വിശ്വാസികളെ മാത്രമാണ് ഇവർക്ക് ഭയമില്ലാത്തത്. മാത്രവുമല്ല, വിശ്വാസികളുടെ നേരെ പൃഷ്ഠം തിരിഞ്ഞുള്ള കുർബാന അടിച്ചേൽപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലുമാണ് ഈ നിഗൂഢ സംഘം. കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ നേരിടുന്ന ഏക പ്രശ്നം ഇതാണല്ലോ. ഇടയന്മാരുടെ ഈ കാപട്യം തിരിച്ചറിയുന്നില്ലെങ്കിൽ ആടുകളുടെ ജീവിതം അപകടത്തിലാണ്. ഇവർക്ക് ക്രൈസ്തവരെ ക്രിസ്തുവിൽ നയിക്കാനുള്ള താല്പര്യമോ സമയമോ ഇല്ല. തങ്ങളുടെ സമ്പത്തിൻ്റെ കാവൽക്കാരായി അധപ്പതിച്ചു പോയ ഇവരെയാണ് വിശ്വാസികൾ സൂക്ഷിക്കേണ്ടത്. പിണറായി വിജയൻ 25 വർഷം മുൻപ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമായിരുന്നു എന്നാണ് താമരശ്ശേരി ബിഷപ്പ് സഖാവ് ഇഞ്ചനാനിയുടെ അഭിപ്രായം. കമ്മ്യൂണിസ്റ്റ് ബാന്ധവം മാത്രമല്ല ഈ രൂപതാ മുതലാളിയുടെ തൊപ്പിയിലെ അലങ്കാരം, മറിച്ച് കുപ്രസിദ്ധനായ ഒരു ഇസ്ലാമിക പ്രബോധകൻ കൂടിയാണ് ഇവൻ. ഇയാൾ ഇടയനായി വിഹരിക്കുന്ന രൂപതയിലെ പെണ്ണുങ്ങൾ പിഴച്ചു പോകുന്നുവെങ്കിൽ അത്ഭുതപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെന്ന് മനോവ കരുതുന്നില്ല. സഖാവ് ഇഞ്ചനാനിയുടെ റംസാൻ സന്ദേശത്തിൻ്റെ വീഡിയോ ഇവിടെ ചേർക്കാം. അതുപോലെ തന്നെ ക്ലിമ്മീസ് എന്ന മലങ്കര മാടമ്പിയുടെ രാമായണ മാസ സന്ദേശത്തിൻ്റെ വീഡിയോയും ഇവിടെ ചേർക്കുന്നു. വലിയൊരു സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് അത് നൽകുക. ഈ റംസാൻ മാസം, ഈ വ്രതശുദ്ധീകരണത്തിൻ്റെ മാസം കടന്നു പോകുമ്പോൾ മനുഷ്യർ ഏത് മതത്തിലുള്ളവരാണെങ്കിലും, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മുസൽമാനാകട്ടെ, അതിരുകളിട്ട് വേർതിരിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് ഈ മാസം. അതുതന്നെയാണല്ലോ മുഹമ്മദ് നബി സൂചിപ്പിക്കുന്നത്. നിന്റെ മുകളിലുള്ളവരെ ശ്രദ്ധിക്കാതെ നിന്റെ താഴെയുള്ളവരെ ശ്രദ്ധിക്കുക. നിന്നേക്കാൾ താഴെക്കിടയിൽ ജീവിക്കുന്നവരുടെ ജീവിത നിലവാരം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുക. അപ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുവാനാണ് മുഹമ്മദ് നബി നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുക. ഈ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രത്യേക നഗരങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ അതിന് ഭരണം നൽകിയപ്പോൾ, ഭരണാധികാരികൾ നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? അവിടെയുള്ള യഹൂദരോടും ക്രിസ്ത്യാനികളോടും എല്ലാം സഹവർത്തത്തോടുകൂടി സ്നേഹത്തോടുകൂടി വർത്തിക്കണം എന്നായിരുന്നു. ആ ഒരു സാഹോദര്യം നൂറ്റാണ്ടുകൾ പുലർത്തുവാനും സാധിച്ചിട്ടുണ്ട്. അത് മുസ്ലിം മതം നൽകുന്ന സാഹോദര്യത്തിൻ്റെ സന്ദേശം കൊണ്ടാണ്. ഇഞ്ചനാനിയുടെ പൈശാചിക സന്ദേശമാണ് ഇപ്പോൾ കേട്ടത്. ഇയാൾ എവിടെ നിന്നാണ് ഇസ്ലാമിനെക്കുറിച്ചും മുഹമ്മദിനെക്കുറിച്ചും മനസ്സിലാക്കിയതെന്ന് മനോവയ്ക്കറിയില്ല. എന്നാൽ ഒരു കാര്യം മനോവയ്ക്കറിയാം, ഇയാൾ മറ്റെന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കേണ്ട മനുഷ്യനാണ്. കത്തോലിക്ക മെത്രാന്മാരുടെ വിജാതീയ പ്രീണനം ബാലൻസ് ചെയ്ത് നിർത്തേണ്ടതിനായി മറ്റൊരു വീഡിയോ കൂടി ഇവിടെ ചേർക്കുകയാണ്. സഭയിലെ മറ്റൊരു ദുരന്തമായ ക്ലിമ്മീസ് എന്ന മലങ്കര മാടമ്പിയുടെ രാമായണ മാസ ജൽപ്പനമാണ് ക്ലിമ്മീസിൻ്റെ കിളിപ്പാട്ട് എന്ന പേരിലുള്ള ഈ വീഡിയോ. ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ദിനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.
രാമായണ മാസം, രാമായണ വായന, ധ്യാനാത്മകമായ അതിൻ്റെ പഠനം വളരെ ഗൗരവമായി മനസ്സിലേറ്റുന്ന ഒരുപാട് ഭക്തർക്ക് മനസ്സിനും ജീവിതത്തിനും പ്രത്യാശ പകരുന്ന അനേക നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഈ ദിനങ്ങളുടെ ഐശ്വര്യം ഞാൻ ആദ്യമേ എല്ലാവർക്കും നേരുകയാണ്. മാനവസേവ മാധവസേവ എന്ന് കരുതുകയും ലോകത്തിന് മുഴുവൻ ഒരു ചെറിയ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുവാൻ വസുധൈവ കുടുംബകം, സർവ്വലോകത്തിനും സന്തോഷമുണ്ടാകട്ടെ, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്യുന്ന അനേക മനസ്സുകൾക്ക് സന്തോഷം പകരുന്ന രാമായണ സൂക്തങ്ങൾ, രാമായണ ശ്ലോകങ്ങൾ അത് വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വലിയ ശ്രമം ഈ ദിനങ്ങളിൽ നടക്കുമ്പോൾ അതുവഴി ലോകത്തിന് പുതിയ ചൈതന്യം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ രാമായണ മാസത്തിൻ്റെ നന്മ ഹൈന്ദവ സമൂഹങ്ങൾക്ക് മാത്രമല്ല, ഈ രാമായണ സൂക്തങ്ങളുടെ ശ്ലോകങ്ങളുടെ പ്രചോദനം ജീവിതത്തിന് ചില സമീപന ശക്തി നൽകുന്നതാണ്. അതുവഴി നമ്മുടെ ഈ പൊതുസമൂഹത്തിന് നന്മ കൂടുതൽ കൈവരിക്കുവാൻ ഇടയാകും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ലേഖനത്തോടൊപ്പം ചേർത്തിരിക്കുന്ന ഈ 2 വീഡിയോ ക്ലിപ്പിംഗ്സും ക്രൈസ്തവ വിശ്വാസികൾ തീർച്ചയായും കേൾക്കണം. കാരണം ഇവറ്റകളൊക്കെയാണ് കത്തോലിക്ക സഭയിലെ വിശ്വാസികളെ നയിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്നതെങ്കിൽ ക്രിസ്തീയ മുക്ത ഇന്ത്യ എന്ന സംഘപരിവാർ കമ്മ്യൂണിസ്റ്റ് അജണ്ട അധികം വൈകാതെ തന്നെ നടപ്പാകും. മെത്രാന്മാർ സെക്കുലർ ആശയത്തിൻ്റെ വക്താക്കളായി പ്രത്യക്ഷപ്പെടുമ്പോൾ വിശ്വാസികൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളുക: ഇവരെ നയിക്കുന്നത് ഇല്ലൂമിനാറ്റി ആണ്. സർവമത പ്രാർത്ഥനകളും മതസൗഹാർദ്ദ റാലികളും നയിക്കാൻ മെത്രാന്മാരോ പുരോഹിത വേഷധാരികളോ ഇറങ്ങുമ്പോൾ തിരിച്ചറിയേണ്ടതും ഇവരുടെ ഇല്ലൂമിനാറ്റി സ്വാധീനമാണ്. കത്തോലിക്ക സഭ ഇന്ന് വ്യാജ ഇടയന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വിശ്വാസികളുടെ ചിലവിൽ ഉണ്ടുറങ്ങി ജീവിക്കുന്ന ഇവരുടെ അജണ്ട വിജാതീയതയെ വളർത്തുക എന്നതാണ്. വിശ്വാസികളുടെ ഇടയിൽ ഇവർ വിശ്വാസരാഹിത്യം വളർത്തുന്നു. ഇവരെ അനുധാവനം ചെയ്യുന്നവർ നിത്യനാശത്തിൽ നിബന്ധിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. കേപ്പായും പൗലോസും അടങ്ങുന്ന അപ്പസ്തോല സമൂഹം പ്രഖ്യാപിച്ചിരിക്കുന്ന സത്യങ്ങളെ ഗ്രഹിക്കുകയും അതിൽ നിന്ന് വേറിട്ട സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ വിഷഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ തിരിച്ചറിയാൻ കഴിയും. വിഷഫലം കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ വേര് പോലും നമുക്കിടയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. യേശുവയുടെ വചനം ശ്രദ്ധിക്കുക: അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ യാഹ്വേയിൽ നിന്ന് ഇന്നു തൻ്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞു തന്നെ അനുഗ്രഹിക്കും. എന്നാൽ യാഹ്വേ അവനോട് ക്ഷമിക്കുകയില്ല. യാഹ്വേയുടെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവൻ്റെ മേൽ പതിക്കും. യാഹ്വേ ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ നാമം തുടച്ചു മാറ്റും. മോശയുടെ നിയമഗ്രന്ഥം 29-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇത് യേശുവായുടെ വചനമാണെന്ന് മനോവ പറഞ്ഞതിനെ ഓർത്ത് ആരും നെറ്റി ചൊളിക്കേണ്ട. വ്യക്തമായ ബോധ്യത്തോടെയാണ് ഇക്കാര്യം മനോവ പ്രഖ്യാപിക്കുന്നത്. എന്തെന്നാൽ യേശുവ തന്നെയാണ് യാഹ്വേ എന്ന് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നവർ മാത്രമാണ് ക്രിസ്ത്യാനികൾ. ഈ വചനം ശ്രദ്ധിക്കുക: ആകയാൽ യേശുവ രക്ഷകനാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും.
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. യാഹ്വേയാണ് രക്ഷകനെന്നും അവിടുന്ന് മനുഷ്യ ശരീരം സ്വീകരിച്ച് വന്നുവെന്നും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവനല്ലാതെ മറ്റാരാണ് ക്രിസ്ത്യാനി? ദൈവം അവിടുത്തെ ദൈവികമായ അവസ്ഥയിൽ നിന്നു മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് താഴ്ന്നിറങ്ങിയതാണ് യേശുവ. അവിടുന്ന് പരിപൂർണ മനുഷ്യനായി ജീവിക്കുകയും മരിക്കുകയും ചെയ്തത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. മരണം വരെയും അവിടുന്ന് പരിപൂർണ മനുഷ്യനായി ജീവിച്ചുവെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ അവസ്ഥയിലായിരുന്നിട്ടും അവൻ ദൈവവുമായുള്ള തുല്യത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ അവസ്ഥ സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് അവസ്ഥയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ അനുഭവിക്കേണ്ട മരണശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ മരണശിക്ഷ അവിടുന്ന് സ്വയം ഏറ്റെടുത്തു. അവിടുത്തെ മനുഷ്യാവതാരത്തിന് പിന്നിൽ മരണം വരിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. ദൈവത്തിന് മരിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ടും മനുഷ്യൻ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് മനുഷ്യനാണ് എന്നതുകൊണ്ടും അവിടത്തേക്ക് മനുഷ്യനായി അവതരിക്കേണ്ടത് അനിവാര്യതയായി. ബൈബിൾ ഇപ്രകാരം വെളിപ്പെടുത്തുന്നു: മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശുവ മരണത്തിന് അധീനനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇതാണ് യേശുവ. ദൈവത്തിൻ്റെ ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി ഈ ഭൂമിയിൽ ജീവിച്ചുവെങ്കിലും ഇപ്പോൾ യേശുവ സർവശക്തനായ ദൈവത്തിൻ്റെ പദവിയിലാണ് ഉപവിഷ്ടനായിരിക്കുന്നത്. അവിടുത്തേക്ക് സമനായി മറ്റൊരു ദൈവമില്ല. ഈ വചനം ശ്രദ്ധിക്കുക. ഞാനാണ് യാഹ്വേ, അതാണ് എൻ്റെ നാമം. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. യെശയ്യാഹ് 42-ാം അധ്യായം 8-ാം വാക്യം. ഈ ദൈവത്തെയാണ് അന്യദേവന്മാരോട് സമനാക്കാൻ അപ്പസ്തോലന്മാരുടെ പദവിയിൽ ഉപവിഷ്ടരായ പടുകുരുപ്പുകൾ ശ്രമിക്കുന്നത്. യാഹ്വേ തന്നെയാണ് യേശുവ എന്നറിയാത്തവരാണോ ക്രിസ്ത്യാനികൾ? അങ്ങനെയെങ്കിൽ അടിമുടി അബദ്ധത്തിലാണ് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇവരുടെ പ്രബോധനത്തിൻ്റെ ഇരകളാക്കപ്പെട്ട യുവതികൾ വിജാതീയരോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ അത്ഭുതപ്പെടാനില്ല. കത്തോലിക്ക സഭയിലും മറ്റിതര ക്രൈസ്തവ സഭകളിലും സജീവമായിരിക്കുന്ന വ്യാജന്മാരുടെയെല്ലാം പൊതുശത്രുവാണ് മനോവ. മനോവ വായിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് പറഞ്ഞു കുമ്പസാരിക്കേണ്ട പാപമാണെന്നാണ് ഇവരുടെ മതം. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കാം. എന്തെന്നാൽ മനോവ വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആരും കത്തോലിക്ക സഭ വിട്ടുപോവുകയോ ക്രിസ്തീയത ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. അവരോ അവരുടെ ഭവനത്തിലുള്ളവരോ അന്യമതക്കാരെ വിവാഹം ചെയ്ത് വ്യഭിചരിക്കുന്നുമില്ല. ഈ കാരണം കൊണ്ട് തന്നെയാണ് സാത്താൻ്റെ സന്തതികൾ മനോവയെ ഭയക്കുന്നത്. മനോവ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളെ പരിഗണിച്ചവരാരും അപകടത്തിൽ നിബന്ധിച്ചിട്ടില്ല എന്നതാണ് മനോവയുടെ മേലുള്ള സ്വർഗീയ മുദ്ര. 2009 മുതൽ മനോവ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യങ്ങളിൽ നിന്ന് ഒരു ചുവട് പോലും ഇന്നോളം പിന്നോട്ട് പോയിട്ടില്ല. ഒന്നും തിരുത്തി പറഞ്ഞിട്ടുമില്ല. പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനങ്ങൾ ഒരിക്കലും പിൻവലിക്കാത്തതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മുന്നേറ്റങ്ങളും അങ്ങനെ തന്നെയാണ്. മനോവയെ എതിർത്തവർക്കെല്ലാം പിന്നീട് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ജാള്യതയും ദുരഭിമാനവും മൂലം പലരും അത് സമ്മതിക്കുന്നില്ലെന്ന് മാത്രം. ലവ് ജിഹാദ് വിഷയത്തിലും മറ്റേതൊരു വിഷയത്തിലുമെന്ന പോലെ മനോവ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനോവയെ എതിർക്കുന്നതിന് പകരം 10 വർഷങ്ങൾക്ക് മുമ്പ് മനോവ പറഞ്ഞ വാക്കുകളെ
വചനവുമായി ചേർത്ത് വെച്ച് പരിശോധിക്കാനെങ്കിലും തയ്യാറായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനി പെണ്ണുങ്ങളിൽ ഒരുവൾ പോലും വിജാതീയന്റെ പൈശാചിക ഗർഭം ചുമക്കുമായിരുന്നില്ല. കത്തോലിക്ക സഭയിലെ വിശ്വാസികളിൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ ഇന്ന് സഭയുടെ നേതൃത്വം കൈയാളുന്നത് ക്രിസ്തുവിനാൽ നിയുക്തരായ അഭിഷിക്തരല്ല. സഭയെ ഉന്മൂലനം ചെയ്യുക എന്ന വ്യക്തമായ അജണ്ടയുമായി സഭയിൽ നുഴഞ്ഞു കയറിയ ഇല്ലൂമിനാറ്റികളാണ് സഭയുടെ മതബോധനം ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. മതബോധനത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള മുഴുവൻ ആളുകളും ഇല്ലൂമിനാറ്റി ഇടതുപക്ഷ സംഘമാണ്. കത്തോലിക്ക സഭയുടെ എല്ലാ ഘടകങ്ങളിലും ഈ സംഘം ആധിപത്യം ഉറപ്പിച്ചിരിക്കെ സഭയുടെ സാങ്കേതിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. സ്വയം പ്രതിരോധിക്കുക എന്ന ഒരേ ഒരു മാർഗം മാത്രമേ വിശ്വാസികൾക്ക് മുൻപിലുള്ളൂ. മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള പ്രതിരോധമല്ല മനോവ നിർദ്ദേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനമാണ് ക്രിസ്ത്യാനിയുടെ ശക്തമായ ആയുധം. ബൈബിൾ നൽകുന്ന ഉപദേശം ശ്രദ്ധിക്കുക. യേശുവായാലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. എഫേസോസ് ലേഖനം 6-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത് സഭയിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ആധുനിക ദൈവശാസ്ത്ര പണ്ഡിതന്മാരെയാണ്. പാമ്പ്ലാനിയെ പോലെയുള്ള അതിരൂപതാ മുതലാളിമാരും അക്കൂട്ടത്തിൽപ്പെടും. എന്താണ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ? ആയുധങ്ങളെക്കുറിച്ച് അപ്പസ്തോലൻ പറയുന്നത് ഇതാണ്: അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. എഫേസോസ് ലേഖനം 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ ഒരുക്കമുള്ള ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്താൻ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും കഴിയില്ല. ഈ ഒരുക്കത്തെ വാളെടുക്കാനുള്ള ആഹ്വാനമായിട്ടാണ് ഗോപാലകൃഷ്ണന്മാരും ശശികലമാരും പ്രചരിപ്പിക്കുന്നത്. ഇക്കൂട്ടർക്ക് വാൾ എന്ന് പറഞ്ഞാൽ കൊല്ലന്റെ ആലയിൽ നിർമ്മിക്കുന്ന ആയുധമായി മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെയും അവർ ആയിരിക്കുന്ന മതത്തിൻ്റെയും കുഴപ്പമാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഏതൊരു സമൂഹത്തിൻ്റെയും ദുരവസ്ഥയാണിത്. എന്നാൽ ബൈബിൾ പറയുന്ന വാൾ ലോഹനിർമ്മിതമായ വാളല്ല, മറിച്ച് ദൈവവചനമാണ്. ക്രിസ്ത്യാനി യുദ്ധം ചെയ്യുന്നത് വചനമാകുന്ന വാൾ ധരിച്ചാണെന്ന് മാത്രമല്ല, എതിരാളികളെ പ്രതിരോധിക്കുന്നത് വിശ്വാസത്തിൻ്റെ പരിച കൊണ്ടാണെന്ന പ്രത്യേകതയുമുണ്ട്. സത്യത്തിലും നീതിയിലും അടിയുറച്ചു നിന്നുകൊണ്ട് അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടുള്ള പോരാട്ടമാണ് ക്രിസ്ത്യാനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പടവെട്ടുന്നത് മാംസത്തിനോ രക്തത്തിനോ എതിരായിട്ടല്ല. ആയതുകൊണ്ട് ദൈവവചനത്തിൽ വളരുകയും ദൈവിക നിയമങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യാതെ ക്രിസ്ത്യാനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ശത്രുക്കളെ പ്രതിരോധിക്കാനും കഴിയില്ല. വിശ്വാസത്തിൻ്റെ പരിചയും വചനമാകുന്ന വാളും ഇല്ലാതെ യുദ്ധത്തിനിറങ്ങേണ്ട ദുരവസ്ഥയിലാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ. ഇവിടെ ചില യാഥാർത്ഥ്യങ്ങൾ നാം തിരിച്ചറിയണം. 12ാം ക്ലാസ് വരെ മതബോധനം ലഭിച്ച ഒരു കത്തോലിക്ക പെൺകുട്ടി എങ്ങനെയാണ് വിജാതീയൻ വിളിക്കുമ്പോൾ തൻ്റെ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് അവനോടൊപ്പം ഇറങ്ങിപ്പോകുന്നത്? വിജാതീയനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതോടെ ആത്മാവിൻ്റെ നിത്യനാശം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് ഈ യുവതികൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന സത്യം മതബോധനത്തിൻ്റെ ഭാഗമായി ഇവർക്ക് ലഭിക്കുന്നില്ലേ? അവിശ്വാസികളുമായി കൂട്ടുചേരരുത് എന്ന ആത്മീയ ഉപദേശം കത്തോലിക്ക മതബോധനത്തിൻ്റെ ഭാഗമല്ലേ? ഈ 4 ചോദ്യങ്ങളെ പ്രസക്തമാക്കുന്ന വചനങ്ങൾ ഇവിടെ കുറിക്കാം. 1-ാം ചോദ്യത്തെ സാധൂകരിക്കുന്ന വചനം ഇതാണ്:
മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യം. ക്രിസ്തുവിൻ്റെ സഭയുടെ അടിസ്ഥാന പ്രബോധനം ഇതാണ്. ക്രിസ്തുവിൻ്റെ സഭ സ്ഥാപിതമായിരിക്കുന്നത് ഈ പ്രഖ്യാപനത്തിനു മേലാണ്. അപ്പോസ്തല പ്രമുഖനായ കേപ്പായോട് യെരുശലേമിൽ തടിച്ചുകൂടിയ യഹൂദർ ചോദിച്ച ചോദ്യത്തിന് നൽകിയ ഉത്തരമാണിത്. യഹൂദർ ചോദിച്ചത് രക്ഷയെ സംബന്ധിച്ചായിരുന്നു. രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് യഹൂദർ ചോദിച്ചപ്പോൾ അസന്നിഗ്ധമായി കേപ്പ ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഇത് തന്നെയല്ലേ കത്തോലിക്ക സഭയുടെ എക്കാലത്തെയും അടിസ്ഥാന പ്രബോധനം. ഈ പ്രബോധനത്തിൽ നിന്ന് ഏതെങ്കിലും സഭ വ്യതിചലിച്ചാൽ ആ സഭ ക്രിസ്തുവിൻ്റെ സഭയല്ലാതാകും. കത്തോലിക്ക സഭയിലെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന മതബോധനത്തിൽ ഇന്ന് ഈ പ്രബോധനം ഇല്ല എന്നതാണ് ആരെയും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. വിശ്വാസത്തിൻ്റെ പരിചയം വചനമാകുന്ന വാളും കത്തോലിക്ക മതബോധനത്തിലൂടെ ആർക്കും ലഭിക്കുന്നില്ല. മറിച്ച് ശത്രുക്കളെക്കുറിച്ചുള്ള തെറ്റായ അറിവുകളാണ് മതബോധനത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുമതം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് രക്ഷയ്ക്കായുള്ള ഏക മാർഗം ഉപേക്ഷിക്കുകയാണ്. ഈ സത്യം അറിവിൻ്റെ തലങ്ങളിൽ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മതബോധനം ഒരു മാരണമായി മാറും. രണ്ടാമത്തെ ചോദ്യത്തെ ആധികാരികമാക്കുന്ന വചനമാണ് അടുത്തതായി നാം പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ഒരു കാര്യം സൂചിപ്പിക്കാം. എന്തെന്നാൽ വിജാതീയനെ വിവാഹം ചെയ്യുന്ന ചില സ്ത്രീകൾ പറയാറുള്ളത് അവർ ക്രിസ്തീയത ഉപേക്ഷിക്കുന്നില്ല എന്നാണ്. കോടഞ്ചേരിയിലെ പെണ്ണ് പറഞ്ഞതുപോലെ തന്നെ പല താടകമാരും മുൻപ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിജാതീയനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതോടെ അവർ സഭയിൽ നിന്ന് സ്വാഭാവികമായി തന്നെ വിച്ഛേദിക്കപ്പെടുന്നു എന്നതാണ് യഥാർത്ഥ സത്യം. കത്തോലിക്ക സഭയിലെ അംഗത്വം തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഐക്യരാഷ്ട്രസഭയോ ഇല്ലൂമിനാറ്റി മാധ്യമങ്ങളോ അല്ല. അതായത് മിശ്രവിവാഹം എന്നത് കത്തോലിക്ക സഭയിൽ ഇല്ല. മിശ്രവിവാഹം എന്നത് രണ്ട് മതത്തിൽപ്പെട്ടവർ വിവാഹിതരാകുന്നതാണല്ലോ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നിയമം ലംഘിക്കാൻ തീരുമാനിക്കുന്നതോടെ ആ വ്യക്തി സഭയ്ക്ക് പുറത്തായി കഴിഞ്ഞു. അവൾ ആരെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നുവോ അവൻ്റെ മതമാണ് പിന്നീട് അവളുടെ മതം. അതുകൊണ്ട് തന്നെ അവൻ വിവാഹം ചെയ്യുന്നത് ക്രിസ്ത്യാനിയായ യുവതിയെ അല്ല. ഇനി നിയമം ശ്രദ്ധിക്കുക. അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ മറ്റു ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്ന് അവർ അകറ്റിക്കളയും. അപ്പോൾ യാഹ്വയുടെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യും. മോശയുടെ നിയമഗ്രന്ഥം 7-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മിശ്രവിവാഹത്തെ ദൈവത്തിൻ്റെ സഭയിൽ നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. ഈ നിയമത്തെ ലംഘിക്കാൻ ഒരുവൾ മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോൾ തന്നെ രക്ഷയിൽ നിന്ന് അവൾ പുറത്താകും. ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ തുടരുമെന്ന് പ്രഖ്യാപിച്ച സുഡാപ്പിനിയോട് മനോവയ്ക്കും ക്രിസ്തുവിനും പറയാനുള്ളത് ക്രിസ്തീയ വിശ്വാസവും വ്യഭിചാരവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല എന്നാണ്. വിജാതീയരുമായുള്ള അവിഹിത വിവാഹങ്ങൾ വെറും വ്യഭിചാരങ്ങളല്ല, മറിച്ച് വിഗ്രഹങ്ങളുമായുള്ള വ്യഭിചാരമാണ്. ഈ വചനം ശ്രദ്ധിക്കുക. അവരുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. അവരുടെ വിഗ്രഹങ്ങളുമായി അവർ പരസംഗം ചെയ്തു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 37-ാം വാക്യം. വിജാതീയരുമായുള്ള വിവാഹം വ്യവസ്ഥകളോടെ നടത്തിക്കൊടുക്കുന്ന കേരളത്തിലെ രൂപതാ മുതലാളിമാർക്ക് പരസംഗം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? പരപുരുഷനുമായുള്ള ചേർച്ച എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അന്യൻ്റെ പത്നിയെ പ്രാപിക്കുന്നതിനെയും പരസംഗം എന്ന് പറയും. ഇവിടെ സ്ത്രീ പുരുഷ ഭേദം കൽപ്പിക്കാത്തത് കൊണ്ട് പരസംഗം എന്ന് പറഞ്ഞിരിക്കുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ നൽകപ്പെട്ടിരിക്കുന്നതാണ് നിയമം. അതായത് വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന പുരുഷനും വിജാതീയ പുരുഷനോടൊത്ത് ജീവിക്കുന്ന സ്ത്രീയും പരസംഗത്തിലാണ്. വെറും പരസംഗമല്ല, വിഗ്രഹങ്ങളുമായുള്ള പരസംഗം. വിഗ്രഹങ്ങളുമായുള്ള വ്യഭിചാരം എന്നതുകൊണ്ട്
എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അറിയണമെങ്കിൽ ദൈവമക്കളും വിജാതീയരും തമ്മിലുള്ള അന്തരം അറിഞ്ഞിരിക്കണം. ദൈവത്തെ ആരാധിക്കുന്നവർ യേശുവ വഴി ദൈവമക്കളാണ്. അതുപോലെ തന്നെ വിജാതീയർ ആരാധിക്കുന്നത് അവരുടെ പിതാവിനെയുമാകുന്നു. അവർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണെന്ന് വചനം വ്യക്തമാക്കിയിരിക്കുന്നതിനാൽ അവരുടെ പിതാവ് ആരാണെന്നതിൻ്റെ വെളിപ്പെടുത്തൽ വചനത്തിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇത് കുറച്ചുകൂടി ആഴത്തിൽ വ്യക്തമാക്കുന്ന വചനം നോക്കുക. യഹൂദ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. യെരുശലേമിലും ഇസ്രായേലിലും മ്ലേച്ഛ പ്രവൃത്തികൾ നടത്തിയിരിക്കുന്നു. യാഹ്വയ്ക്ക് പ്രിയപ്പെട്ട വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി. അന്യദേവന്റെ പുത്രിയെ വിവാഹം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനു വേണ്ടി സാക്ഷ്യം നിൽക്കുകയോ സൈന്യങ്ങളുടെ യാഹ്വയ്ക്ക് കാഴ്ചയർപ്പിക്കുകയോ ചെയ്യുന്നവനെ യാക്കോബിന്റെ കൂടാരത്തിൽ നിന്നും യാഹ്വേ വിച്ഛേദിക്കട്ടെ. മലാക്കി പ്രവാചകന്റെ പ്രവചന ഗ്രന്ഥം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഇങ്ങനെ നടത്തപ്പെടുന്ന വിവാഹങ്ങൾക്ക് സാക്ഷികളാകുകയോ വിവാഹിതർക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവനെ സഭയിൽ നിന്ന് വിച്ഛേദിക്കണമെന്നാണ് യാഹ്വയുടെ കൽപ്പന. പള്ളികളിൽ വച്ച് ഇത്തരം അവിഹിത ബന്ധങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന വൈദികരും മെത്രാന്മാരും സഭാഭ്രഷ്ടരാണെന്ന് വ്യക്തം. ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനോ മകളോ ആകുന്നത് വിശ്വാസം വഴിയാണ്. ശാരീരികമായ ജനനത്തിലൂടെ ആരും ദൈവത്തിൻ്റെ മകനോ മകളോ ആയി ജനിക്കുന്നില്ല. എന്നാൽ സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ദൈവമക്കളാണ്. അതുപോലെ തന്നെ അന്യദേവന്മാരെ സേവിക്കുന്നവർ അന്യദേവന്റെ പുത്രന്മാരും പുത്രിമാരും ആകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവമക്കൾ ആകുന്നത് പോലെ അന്യദേവന്മാരെ ആരാധിക്കുന്നവർ അവറ്റകളുടെ മക്കളാകും എന്ന പൊതുതത്വമാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. യേശുവ പറഞ്ഞിരിക്കുന്ന ഒരു വചനം കൂടി നമുക്കിവിടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യേശുവ അവരോട് പറഞ്ഞു, ദൈവം ആണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 8-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്തവരെക്കുറിച്ച് അവിടുന്ന് വ്യക്തമാക്കിയത് ഇപ്രകാരമാണ്: പിശാച് പിതാവായിട്ടുള്ള ഒരു സമൂഹം ഈ ലോകത്തുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഇനി സംശയമുണ്ടാകില്ലല്ലോ. വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണെന്ന് ബൈബിൾ പ്രഖ്യാപിച്ചിട്ടുള്ളപ്പോൾ ആ സമൂഹം ഏതാണ് എന്ന കാര്യത്തിലും തീരുമാനമായി. അന്യദേവന്റെ പുത്രീപുത്രന്മാർ തന്നെയാണ് പിശാചിൻ്റെ സന്തതികൾ. അന്യദേവന്റെ സന്തതിയെ വിവാഹം ചെയ്യുന്നതും വിഗ്രഹങ്ങളുമായി പരസംഗം ചെയ്യുന്നതും ഒന്നു തന്നെ. ഇവിടെയാണ് കോടഞ്ചേരിക്കാരിയുടെ വിശ്വാസ പ്രഖ്യാപനം പ്രസക്തമാകുന്നത്. അന്യദേവന്റെ അഥവാ പിശാചിൻ്റെ പുത്രനുമായി പരസംഗം ചെയ്തുകൊണ്ട് താൻ ക്രിസ്ത്യാനിയായി ജീവിക്കുമത്രേ. കമ്മ്യൂണിസ്റ്റുകൾ മഹത്വവൽക്കരിക്കുന്ന മിശ്ര വിവാഹം ഇതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ വചനം പരിശോധിക്കാം. ക്രിസ്തുവിലൂടെ അല്ലാതെ നിത്യജീവനിൽ പ്രവേശിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന സത്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാത്തതുകൊണ്ടാണല്ലോ അവർ ക്രിസ്തീയത ഉപേക്ഷിക്കുന്നത്. വിവാഹത്തിലൂടെയോ അല്ലാതെയോ ഒരു വ്യക്തി ക്രിസ്തീയത ഉപേക്ഷിക്കുമ്പോൾ ആ വ്യക്തി തൻ്റെ ആത്മാവിനെ നിത്യനാശത്തിന് വിട്ടുകൊടുക്കുകയാണ്. നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്ന് ആധികാരികമായി പറഞ്ഞത് യേശുവയാണ്. യേശുവ ഇപ്രകാരം അരുളി ചെയ്തു: പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട്. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം. ദൈവരാജ്യത്തിൽ പ്രവേശനം സാധ്യമാകുന്നതിനെക്കുറിച്ച് ദൈവരാജ്യത്തിൻ്റെ അധിപൻ എന്താണ് പറയുന്നതെന്ന് നോക്കുക. യേശുവ പ്രതിവചിച്ചു: സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ
ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യോഹന്നാൻ അറിയിച്ച യേശുവായുടെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം. സ്വർഗത്തിൽ നിന്ന് വന്നവന്റെ പ്രഖ്യാപനമാണിത്. ക്രിസ്തുവിന്റെ വചനം കേട്ടവരിൽ പലരും ഈ വചനം കഠിനമാണ് എന്ന് ആരോപിച്ച് പിരിഞ്ഞുപോയി. തന്നെ പിരിഞ്ഞു പോകാത്തവരായ ശിഷ്യന്മാരെ നോക്കി യേശുവ ചോദിച്ചത്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്നാണ്. ഈ ചോദ്യത്തിന് ശിമയോൻ എന്ന കേപ്പ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഗുരു, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. യോഹന്നാൻ അറിയിച്ച ക്രിസ്തുവിന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാം വാക്യം. നിത്യജീവന്റെ വചനം ക്രിസ്തുവാണ്. ബൈബിളിൽ അല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിലും നിത്യജീവനിലേക്ക് നയിക്കുന്ന വചനങ്ങളില്ല. ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകാമെന്ന വാഗ്ദാനവുമായി മറ്റൊരുവനും ലോകത്ത് അവതരിച്ചിട്ടില്ല. ആത്മാവിൻ്റെ രക്ഷയും നിത്യജീവനും വാഗ്ദാനം ചെയ്ത ഏക മതസ്ഥാപകൻ ക്രിസ്തുവാണ്. നിത്യജീവനും ആത്മരക്ഷയും ഉറപ്പു നൽകുന്ന ഒരേയൊരു മതം ക്രിസ്തുമതമാണെന്നിരിക്കെ ഈ മതം ഉപേക്ഷിക്കുന്നവൻ്റെ അന്ത്യം എത്ര ദുരന്തപൂർണമായിരിക്കുമെന്ന് ചിന്തിച്ചാൽ വിജാതീയതയുടെ ദുരന്തം മനസ്സിലാക്കാൻ കഴിയും. പാപമോചനം നൽകാൻ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ഒരു കാര്യം മനോവ ആവർത്തിച്ച് വ്യക്തമാക്കാം. എന്തെന്നാൽ ക്രൈസ്തവ സഭകളിലെ യുവതികളെ വശീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ നിഗൂഢമായി പ്രവർത്തിക്കുന്ന വിജാതീയ സംഘങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഇന്ന് ശക്തമാണ്. അതിൽ ഇസ്ലാം എന്നോ ഹിന്ദുവെന്നോ ഉള്ള വ്യത്യാസമില്ല. ഇസ്ലാമിക ഭീകര സംഘടനകളെ പോലെ തന്നെ ഹൈന്ദവ സംഘടനകളും ഇതിനായി സാമ്പത്തിക സഹായം നൽകി വരുന്നു. യൂറോപ്പിലേക്കും പഴയ സോവിയറ്റ് രാജ്യങ്ങളിലേക്കും പഠനത്തിന് എന്ന പേരിൽ കടന്നുകൂടുന്ന ഏഷ്യക്കാരിൽ അധികം പേരുടെയും ലക്ഷ്യം അംഗവും കാണാം താളിയും ഒടിക്കാം എന്നതാണ്. ക്രൈസ്തവ യുവതികളെ, വിശിഷ്യ കത്തോലിക്ക യുവതികളെ മിശ്രവിവാഹത്തിലൂടെ വഴി പിഴപ്പിക്കുന്നവർക്ക് എല്ലാവിധ സംരക്ഷണവും നൽകാൻ കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷവും സജീവമായി തന്നെ രംഗത്തുണ്ട്. ഇത് കേരളത്തിലെ മാത്രം പ്രത്യേകതയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇല്യൂമിനാറ്റി സ്ഥാപനമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആഗോള തലത്തിൽ ഇതിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്ഥാപിതമായത് തന്നെ യൂറോപ്പിലെ കത്തോലിക്ക സഭയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇല്യൂമിനാറ്റികൾ രൂപം കൊടുക്കുകയും ഊട്ടി വളർത്തുകയും ചെയ്യുന്ന മതങ്ങളും പ്രസ്ഥാനങ്ങളും ഇന്ന് ലോകത്തുണ്ട്. കത്തോലിക്ക സഭയുടെയും ക്രിസ്തീയതയുടെയും ഉന്മൂലനമാണ് ഇവരുടെ എല്ലാം പൊതുലക്ഷ്യം. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന ഇല്യൂമിനാറ്റി മുദ്രാവാക്യമാണ് ഈ പ്രസ്ഥാനങ്ങളെയും മതങ്ങളെയും തിരിച്ചറിയാനുള്ള അടയാളം. കമ്മ്യൂണിസത്തിൽ ഇത് മാർക്സിയൻ സിദ്ധാന്തമാണെങ്കിൽ ഹിന്ദുമതത്തിൽ ഇത് ഗീതോപദേശമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മുദ്രാവാക്യം മറ്റൊരു രൂപത്തിൽ ആയത്തായി ഇറക്കിയിരിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അനേകം ആയത്തുകളിൽ ഒന്നിതാണ്. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സൂറ 9:5. പതിയിരുന്ന് ആക്രമിക്കാനുള്ള ഉപദേശമാണ് ഈ ആശയത്തിലുള്ളത്. ലോകം മുഴുവനും അല്ലാഹുവിൻ്റേതാകുന്നതിന് ഏതു മാർഗവും സ്വീകരിക്കാം എന്നതാണ് മുഹമ്മദിൻ്റെ സിദ്ധാന്തം. മറ്റൊരായത്ത് കൂടി നോക്കുക. നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയിരുന്ന സന്ദർഭം ഓർക്കുക. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയം വിട്ടുകൊടുക്കുന്നതാണ്. അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക. അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. സൂറ 8:12. ലക്ഷ്യത്തിലെത്താൻ ഏത് നീചമായ മാർഗവും അവലംബിക്കണമെന്നതാണ് ഇല്ലൂമിനാറ്റിയുടെ മതങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും പൊതുവായ അടയാളം. ഇസ്ലാമിൻ്റെ മേലുള്ള ഇല്ലൂമിനാറ്റി അടയാളം ചൂണ്ടിക്കാണിക്കാനാണ് ഖുറാനിലെ ചില ആയത്തുകൾ ഇവിടെ കുറിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും
വിജാതീയ മതങ്ങളെയും മാത്രമല്ല, ക്രൈസ്തവ സഭകളിലെ വൈദിക സംവിധാനത്തെയും ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലൂമിനാറ്റിയാണ്. ആയതിനാൽ സഭയുടെ അധികാരികൾ ചമയുന്ന വൈദിക സമൂഹത്തെയാണ് പുറത്തുള്ള ശത്രുക്കളെക്കാൾ വിശ്വാസികൾ സൂക്ഷിക്കേണ്ടത്. ഇല്ലൂമിനാറ്റിയുടെ തലവനായ പാംബ്ലാനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്ഥാനക്കയറ്റത്തെ നിസ്സാരമായി കാണാൻ വിശ്വാസികൾ തയ്യാറായാൽ അത് വലിയ അപകടം വരുത്തിവെക്കും. ദൈവവചനങ്ങളെ പുച്ഛത്തോടെ സമീപിക്കുന്ന പണ്ഡിത നാട്യക്കാരനാണ് പാംബ്ലാനി. ഈ മനുഷ്യൻ്റെ കുപ്രസിദ്ധ ബൈബിൾ വ്യാഖ്യാനങ്ങൾ മനോവ പലവട്ടം വിചാരണയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ശിവൻ എന്ന പൈശാചിക മൂർത്തിയെ തങ്ങളുടെ ദൈവമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ അടയാളമായ പൊട്ടിനെക്കുറിച്ച് പാംബ്ലാനി എന്ന വിഷപ്പാമ്പ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചത് മനോവ മുൻപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ക്രൈസ്തവരെ കൊണ്ട് വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിപ്പിക്കാൻ ഇയാൾ ദൈവവചനത്തെ തെറ്റായി പരിഭാഷപ്പെടുത്തിയതും നാം കണ്ടു. വചനം സത്യസന്ധമായി പ്രഘോഷിക്കുന്നവരെ ഇയാൾക്ക് പുച്ഛമാണ്. സൃഷ്ടിയുടെ പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങൾ യക്ഷിക്കഥയാണെന്ന് പറയാൻ അല്പം പോലും ഉളുപ്പ് കാണിക്കാത്ത ദൈവദൂഷകനാണ് പാംബ്ലാനി. നെറ്റിയിൽ പൊട്ടുതൊടുന്നതിനെയും ഹലാൽ ഭക്ഷണത്തെയും ന്യായീകരിച്ചുകൊണ്ട് പാംബ്ലാനി നടത്തിയ വ്യാജ പ്രബോധനങ്ങളെ വിശ്വാസികൾ ഗൗരവമായി കാണണം. ക്രൈസ്തവ യുവതികളുടെ മേലുള്ള ദൈവിക സംരക്ഷണം ഇല്ലാതാക്കുക എന്ന സാത്താൻ്റെ കൗശലം ഈ പ്രബോധനത്തിന് പിന്നിലുണ്ട്. ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ ആർക്കും വശീകരിക്കാവുന്ന വിധം അരക്ഷിതാവസ്ഥയിൽ എത്തിച്ചതിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് നെറ്റിയിലെ പൊട്ടാണെങ്കിൽ മറ്റൊന്ന് ഹലാൽ ഭക്ഷണമാണ്. പിശാചിന് തങ്ങളെ തന്നെ സമർപ്പിച്ചവരായി സഭയിലെ അംഗങ്ങളെ മാറ്റുന്നതോടെ അവർക്കുള്ള ദൈവിക സംരക്ഷണം ഇല്ലാതാകുന്നു. പാംബ്ലാനിയുടെ ഈ പൈശാചികതയ്ക്കെതിരെ മനോവ പലവട്ടം ശബ്ദിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഭകളിലെ ആചാര്യന്മാരുടെ കീഴിൽ നിന്ന് സഭാമക്കൾ വിമോചിതരാകാത്തിടത്തോളം അവരെല്ലാം അരക്ഷിതാവസ്ഥയിലാണെന്ന് മറക്കരുത്. പൈശാചികതയിൽ പ്രാവീണ്യം തെളിയിക്കുന്ന വൈദികരെയാണ് കത്തോലിക്ക സഭയിൽ ഇപ്പോൾ ബിഷപ്പായി ഉയർത്തുന്നത് എന്നതിൻ്റെ അവസാനത്തെ തെളിവാണ് പാംബ്ലാനി. അതായത് ക്രിസ്തീയ വിരുദ്ധ ആശയങ്ങളുടെ വക്താക്കൾക്ക് മാത്രമേ കത്തോലിക്ക സഭയിൽ മെത്രാനാകാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇന്നത്തെ അവസ്ഥ. കേപ്പായുടെ പ്രഖ്യാപനങ്ങളെ അപ്പാടെ അവഗണിക്കുകയും ഇല്ലൂമിനാറ്റി ആശയങ്ങളെ നെഞ്ചിലേറ്റുകയും ചെയ്യുന്നവർക്ക് കത്തോലിക്ക സഭയിൽ ഇന്ന് ലഭിക്കുന്ന ഉന്നത ബഹുമതിയാണ് മെത്രാൻ പദവി. പാംബ്ലാനിയുടെ ഒരു കുപ്രസിദ്ധ ജൽപ്പനം നോക്കുക. എന്നാൽ ക്രൈസ്തവരുടെ മതസൗഹാർദ്ദ ചിന്ത കുറെ കൂടി ആഴമുള്ളതാണ്. ഒരു ദൈവമേ ഉള്ളൂ, എല്ലാ മതവിശ്വാസികളും ഒരേ ദൈവത്തിൻ്റെ മക്കളും പരസ്പരം സഹോദരങ്ങളുമാണ്. ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ രക്തത്താൽ രക്ഷിക്കാൻ ദൈവം തിരുമനസ്സായ സകല മനുഷ്യരും ദൈവ തിരുമുമ്പിൽ അമൂല്യരാണ്. ഏതെങ്കിലും മനുഷ്യനെ വിശ്വാസത്തിൻ്റെ പേരിൽ അവഗണിക്കുന്നതും അവഹേളിക്കുന്നതും തെറ്റാണ്. ഓരോ മനുഷ്യ വ്യക്തിക്കും ഈശോയുടെ തിരുരക്തത്തിൻ്റെ വിലയുണ്ട്. ഡോക്ടർ പാംബ്ലാനി ഇത്തരം അപകടകരമായ ആശയങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് ഒരുവൻ പണ്ഡിതനാകുന്നതെങ്കിൽ പാണ്ഡിത്യമാണ് ലോകത്തെ ഏറ്റവും വലിയ അപകടം. നാരായണ ഗുരുവിൻ്റെ സങ്കല്പത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞു എന്നാണ് ഡോക്ടർ പാംബ്ലാനി പറയുന്നത്. ഒരു മതവും ഒരു ദൈവവും എന്നത് സ്ഥാപിതമായി കഴിഞ്ഞു എന്ന പ്രഖ്യാപനവും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് മാത്രമല്ല, എല്ലാ ജനങ്ങളും പ്രപഞ്ചം മുഴുവൻ തന്നെയും സഭയുടെ ഭാഗമാണെന്ന് വാദിക്കാനും ഇദ്ദേഹം തയ്യാറായി. ബൈബിൾ ഇപ്രകാരം പറയുന്നു: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ അറിയിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പണ്ഡിതൻ തന്നെ പറയുക. യേശുവായെ സ്വീകരിച്ചവർക്കും അവിടുത്തെ നാമത്തിൽ വിശ്വസിച്ചവർക്കും മാത്രമാണ് ദൈവമക്കൾ എന്ന പദവി ലഭിക്കുന്നത്. ഈ വചനം ഗ്രഹിക്കാൻ പാണ്ഡിത്യത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് മനോവ കരുതുന്നില്ല. രക്ഷയിൽ നിന്ന് ദൈവമക്കളെ അകറ്റുന്നുവെന്ന് മാത്രമല്ല, വിജാതിയർക്ക് രക്ഷ പ്രാപിക്കാനുള്ള അവസരം ഇല്ലാതാക്കുക എന്ന പൈശാചിക അജണ്ട കൂടി ഇയാളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഇയാൾ പ്രചരിപ്പിക്കുന്നത് ഇലൂമിനാറ്റി ആശയമാണ്. കോടഞ്ചേരിയിലെ ലവ് ജിഹാദ് വിഷയത്തിൽ പാംബ്ലാനി പറഞ്ഞത് ക്രിസ്തുവിൻ്റെ സഭയുടെ നിലപാടാണോ? അതിരൂപതയുടെ മുതലാളിയായി സ്ഥാനക്കയറ്റം ലഭിച്ച ഉടനെ കോടഞ്ചേരിയിലെ ലവ് ജിഹാദ് വിഷയത്തിൽ പാംബ്ലാനിയുടെ പ്രതികരണം വന്നിരുന്നു.
ഇത്തരത്തിലുള്ള അവിഹിത വീഴ്ചകൾക്ക് അംഗീകാരം നൽകാനുള്ള ക്രമീകരണങ്ങൾ സഭയിലുള്ളപ്പോൾ എന്തിനാണ് ഒളിച്ചോടിയതെന്നാണ് മുതലാളി ചോദിക്കുന്നത്. അതിരൂപതയുടെ പുതിയ മെത്രാപ്പോലീത്ത എന്ന നിലയിൽ 2022 ഏപ്രിൽ 20 പാമ്പ്ലാനി നടത്തിയ കന്നി പ്രസ്താവനയിൽ കോടഞ്ചേരിയിലെ അവിഹിത ദമ്പതികൾക്ക് ചോദ്യരൂപേണ നൽകിയ ഉപദേശമായിരുന്നു ഇത്. തികച്ചും ക്രിസ്തീയ വിരുദ്ധവും പൈശാചികവുമായ പ്രസ്താവന നടത്താൻ പാമ്പ്ലാനിയെപ്പോലെയുള്ള വ്യാജന്മാർ ഇറങ്ങുമ്പോൾ തലശ്ശേരി രൂപതയിലെ വിശ്വാസികൾ പുനർവിചിന്തനത്തിന് തയ്യാറാകണം. ഇവരുടെ പ്രബോധനങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെയും നിത്യനരകത്തിന് ഇരയാക്കും. എന്തെന്നാൽ ഇവർ സത്യവിശ്വാസികളല്ല. ഇവരുടെ പ്രബോധനങ്ങൾ സത്യദൈവത്തിൽ നിന്നും ഉള്ളതുമല്ല. ആയതിനാൽ പൗലോസ് അപ്പസ്തോലന്റെ ഉപദേശം അനുസരിക്കുക. ഉപദേശം ഇതാണ്: ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് യാഹ്വേ അരുളി ചെയ്യുന്നു. കോറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. വിശ്വാസികളെ നയിക്കാൻ അവിശ്വാസികൾ ഒരുമ്പിട്ടിറങ്ങുമ്പോൾ നാം ജാഗരൂകരാകണം. എന്തെന്നാൽ വിശ്വാസികളെ നയിക്കേണ്ടത് അവിശ്വാസികളല്ല, വിശ്വാസികളാണ്. അപ്പസ്തോലനായ പൗലോസിന്റെ ഈ ഉപദേശം കൂടി ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവായെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഇല്ലെന്നാണ് CPM പറയുന്നത്. ഇസ്ലാമിന്റെ എല്ലാ ജിഹാദുകൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുകയും ജിഹാദികൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന മാർക്സിസ്റ്റ് നരാധമന്മാരിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശബ്ദം ആരും പ്രതീക്ഷിക്കുന്നില്ല. നല്ല കുടുംബ ബന്ധങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകൾ എക്കാലത്തും എതിരാണ്. അവിഹിത വീഴ്ചകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് കമ്മ്യൂണിസ്റ്റുകൾ തുടക്കം മുതൽ സ്വീകരിച്ചു വരുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഒളിവുകാല ജീവിതം നയിച്ചപ്പോൾ ജാരസന്തതികൾക്ക് ജന്മം നൽകാത്തവരായി ആരുമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങളെ ഒളിവിൽ പാർപ്പിച്ച കുടുംബങ്ങളിലെല്ലാം അവിഹിത ബന്ധങ്ങൾ ഇവർ സ്ഥാപിച്ചു. ഇത് ഈ പ്രസ്ഥാനത്തിന്റെ ഇല്യൂമിനാറ്റി സ്വാധീനമാണ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവറ്റകൾ തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യ സ്നേഹത്തിന്റെയും മാനവികതയുടെയും അപ്പസ്തോലന്മാരായാണ്. ഇവരും ഇസ്ലാമും ഈ ഭൂമുഖത്ത് കൊന്നുതള്ളിയ മനുഷ്യരുടെ കണക്കെടുത്താൽ ഈ ഭൂമിയിൽ ഇന്നോളം വധിക്കപ്പെട്ടവരുടെ സംഖ്യയെ മറികടക്കും. സമാധാന മതത്തിന്റെയും ഹൃദയപക്ഷ രാഷ്ട്രീയത്തിന്റെയും യഥാർത്ഥ മുഖം ഇതാണ്. 60 ലക്ഷം യഹൂദരെയും അതിന്റെ ഇരട്ടിയിലേറെ ക്രിസ്ത്യാനികളെയും സ്റ്റാലിൻ എന്ന കമ്മ്യൂണിസ്റ്റ് നരഭോജി മാത്രം കൊന്നുതള്ളി. മാവോയും കാസ്ട്രോയും ചെഗുവേരയും അടക്കമുള്ള മറ്റു നീചന്മാർ കൊന്നുതള്ളിയതിന് കണക്കില്ല. തങ്ങളുടെ കൊള്ളയും കൊലയും അവിഹിത വീഴ്ചകളും മറ്റുള്ളവരുടെ മേൽ കെട്ടിവെച്ച് നീതിമാന്മാർ ചമയുന്നതാണ് ഇവറ്റകളുടെ സ്ഥിരം ശൈലി. അതിനായി വ്യാജ ചരിത്രങ്ങൾ രചിക്കാൻ കൂലി എഴുത്തുകാരും ഇവർക്കുണ്ട്. ഇന്ന് ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ എഴുതിയുണ്ടാക്കിയ വ്യാജ ചരിത്രങ്ങളാണ്. വിഷയത്തിലേക്ക് വരാം. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഇല്ലെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല. കോൺഗ്രസുകാരും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും കോടതികളുമൊക്കെ ഈ അഭിപ്രായത്തിലാണ്. കേരളത്തിലെ BJPക്ക് ചില അജണ്ടകൾ ഉള്ളതുകൊണ്ട് ഇവർ ക്രിസ്ത്യാനികളെ പിന്തുണയ്ക്കുന്നതായി നടിക്കുന്നുണ്ട്. ഇവരുടെ കാപട്യം തിരിച്ചറിയാനുള്ള വിവേകം ക്രിസംഗികൾക്കില്ല എന്നതാണ് മറ്റൊരു ദുരന്തം. മോദി സർക്കാരിന്റെ ഇന്റലിജൻസും സുപ്രീം കോടതിയും ഒന്നും ലവ് ജിഹാദ് ഉള്ളതായി അംഗീകരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം സംഘികളും ക്രിസംഗികളും മറച്ചുവെക്കുകയാണ്. ലവ് ജിഹാദ് ഉണ്ടെന്ന് സത്യവിശ്വാസികളായ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം പറയുമ്പോൾ ലോകം ഒരേ സ്വരത്തിൽ ഇല്ലെന്ന് പറയുന്നുവെങ്കിൽ അതിന് കാരണമുണ്ട്. ഇസ്ലാമിന്റെ ജിഹാദിനെ കുറിച്ച് അജ്ഞതയിൽ കഴിയുന്നവരും അജ്ഞത നടിക്കുന്നവരും അജ്ഞത പ്രചരിപ്പിക്കുന്നവരും അടങ്ങുന്നതാണ് ലോകം. അജ്ഞത പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമും പ്രോ ഇസ്ലാമും ആണെങ്കിൽ മറ്റുള്ളവർ അജ്ഞതയുടെ ഇരകളാണ്. ആയതിനാൽ ജിഹാദ് എന്താണെന്ന് വളരെ ലളിതമായി മനോവ പറഞ്ഞു തരാം. ജിഹാദ് എന്നത് മറ്റു മതക്കാരെ കൊന്നൊടുക്കുന്നതിനുള്ള
സായുധ യുദ്ധം മാത്രമാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഈ ധാരണ തെറ്റിദ്ധാരണയാണ്. കൊന്നൊടുക്കൽ മാത്രമല്ല ജിഹാദ്. ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ മുഹമ്മദ് ഉപദേശിച്ചിരിക്കുന്ന വിവിധ മാർഗങ്ങളിൽ അവസാനത്തേത് മാത്രമാണ് കൊന്നുതള്ളൽ. ഇസ്ലാമിലേക്ക് ഒരുവനെ ചേർക്കാനുള്ള മറ്റെല്ലാ മാർഗങ്ങളും പരാജയപ്പെടുമ്പോഴാണ് സംഹാരം എന്ന മാർഗം സ്വീകരിക്കുന്നത്. മുഹമ്മദിന്റെ ഉപദേശം ശ്രദ്ധിക്കുക. മർദ്ദനം ഇല്ലാതാകുകയും മതം അല്ലാഹുവിനു വേണ്ടി ആകുകയും ചെയ്യുന്നതുവരെ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികൾക്കെതിരല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല. സൂറ 2-ാം അധ്യായം 193-ാം വാക്യം. അല്ലാഹു ഒരു രക്തദാഹിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ കൊല്ലാനുള്ള നിർദ്ദേശം അവൻ നൽകിയിട്ടില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ജിഹാദ് എന്നത് കൊന്നൊടുക്കൽ മാത്രമല്ല എന്നുള്ളതാണ്. ഏത് കൗശലം പ്രയോഗിച്ച് വേണമെങ്കിലും മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദുമെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഈ രീതിയിലൊന്നും ഇസ്ലാമിലേക്ക് ആരെയും എത്തിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മറ്റു മതക്കാരെയെല്ലാം കൊന്നൊടുക്കിക്കൊണ്ട് ഇസ്ലാമിക ലോകം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത്. ക്രിസ്ത്യൻ പള്ളികളിലും ക്രിസ്ത്യാനികൾ സമ്മേളിക്കുന്ന ഇടങ്ങളിലുമെല്ലാം ചാവേറുകളായി ഇസ്ലാമിക ഭീകരന്മാർ വർത്തിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇതുമാത്രമാണ് ജിഹാദ് എന്ന ധാരണയിൽ കഴിയുന്നവർക്ക് പ്രണയങ്ങളെ ജിഹാദായി പരിഗണിക്കാൻ കഴിയില്ല. ആയതിനാൽ ഇസ്ലാമികവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജിഹാദാണ് എന്ന വസ്തുതയാണ് ഏവരും അറിഞ്ഞിരിക്കേണ്ടത്. മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിലൂടെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തിതരാക്കുന്നതും ജിഹാദിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞാൽ കോടതികൾക്കും ഭരണകൂടങ്ങൾക്കുമുള്ള തെറ്റിദ്ധാരണ പരിഹരിക്കപ്പെട്ടേക്കാം. എന്നാൽ അജ്ഞത നടിക്കുന്നവരും ക്രിസ്തീയതയുടെ ഉന്മൂലനം ആഗ്രഹിക്കുന്നവരുമായ കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് ആരും നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല. ആയതിനാൽ ഇവിടെ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് ക്രിസ്ത്യാനികളാണ്. കോടഞ്ചേരിയിൽ നടന്നത് ലവ് ജിഹാദാണെന്ന് മനോവയ്ക്കും നല്ല ക്രിസ്ത്യാനികൾക്കും മാത്രമല്ല, സ്വന്തം അപ്പനെ തന്നെ അപ്പ എന്ന് വിളിക്കുന്ന സകലർക്കും അറിയാം. തങ്ങളുടെ മതത്തിലേക്ക് ഒരു വ്യക്തിയെ ചേർക്കാൻ ഇസ്ലാം നടത്തുന്ന ശ്രമങ്ങളെല്ലാം ജിഹാദിന്റെ ഭാഗമാണ്. എന്നാൽ ഇത് ഇസ്ലാമിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമായി ചുരുക്കിക്കാണുന്നത് ശരിയല്ല. ക്രിസ്ത്യാനിയും ഹിന്ദുവും ജിഹാദ് നടത്തുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ മതങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കമ്മ്യൂണിസം പ്രചരിപ്പിക്കുകയും അതിലേക്ക് ആളുകളെ ചേർക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതും ജിഹാദ് തന്നെയാണ്. ജിഹാദ് എന്ന അറബി വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നതുകൊണ്ട് മതപരിവർത്തനങ്ങൾ ജിഹാദ് അല്ലാതാകില്ല. ഒരു ആശയത്തിൽ നിന്ന് മറ്റൊരു ആശയത്തിലേക്ക് ഒരുവന്റെ വിശ്വാസം മാറുന്നതിനെയാണ് മതപരിവർത്തനം എന്ന് പറയുന്നത്. ആത്മീയതയിലും ഭൗതികതയിലും ഈ മതം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റ് ആയാൽ അതും മതപരിവർത്തനമാണ്. മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നാണെന്ന് നമുക്കറിയാം. ദൈവത്തെക്കുറിച്ചും ആത്മരക്ഷയെക്കുറിച്ചും ഒരുവനുള്ള അഭിപ്രായത്തിൽ മാറ്റം വരാം. അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായത്തിലും മാറ്റം സ്വാഭാവികമാണ്. എന്നാൽ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ശൈലി ആത്മീയതയിലായാലും ഭൗതികതയിലായാലും നല്ലതല്ല. സ്വതന്ത്രമായി ചിന്തിക്കാനും അഭിപ്രായങ്ങൾ മാറ്റാനും എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട്. ഈ അവകാശത്തെ പൂർണ്ണമായി അംഗീകരിച്ചു കൊടുക്കുന്ന ഒരേ ഒരു മതം ക്രിസ്തുമതമാണ്. സ്വതന്ത്രമായ വിശ്വാസത്തോടെ കടന്നു വരുന്നവരെ മാത്രമേ ക്രിസ്തുവിൻ്റെ സഭ സ്വീകരിക്കുകയുള്ളൂ. എപ്പോൾ വേണമെങ്കിലും വിശ്വാസം ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും ക്രിസ്തുവിൻ്റെ സഭയിലുണ്ട്. ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കുക എന്നത് ഓരോ ക്രിസ്ത്യാനിയിലും ഫലമേൽപ്പിക്കപ്പെട്ട ദൗത്യമാണ്. എന്നാൽ ക്രിസ്തുവിലൂടെ മാത്രം സാധ്യമാകുന്ന ആത്മരക്ഷയിൽ വിശ്വസിക്കുന്നവരെ മാത്രമേ സഭയിലേക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ. യേശുവായുടെ വാക്കുകൾ ഇതാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. മർക്കോസ് അറിയിച്ച ക്രിസ്തുവിന്റെ സുവിശേഷം
16-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ആരെയും നിർബന്ധിച്ച് ക്രിസ്തുമതത്തിൽ ചേർക്കാൻ കഴിയില്ല. വിശ്വാസത്തിന്റെ ഫലമായിട്ടല്ലാതെ വിവാഹത്തിന് വേണ്ടിയോ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആർക്കും ക്രിസ്തുവിന്റെ സഭയിൽ അംഗമാകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ളവർ സാങ്കേതികമായി ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമായി എണ്ണപ്പെട്ടാലും അവരെ സഭയുടെ ഭാഗമായി ദൈവം അംഗീകരിക്കുന്നില്ല. ഇതുപോലെ സാങ്കേതികമായി മാത്രം സഭയുടെ ഭാഗമായിരിക്കുന്ന അനേകരുണ്ട്. ഇന്ന് സഭയിലെ അധികം പേരും ഇങ്ങനെയുള്ള അംഗങ്ങളാണ്. ക്രിസ്തുവിന്റെ സഭയിലെ അംഗത്വ നിയമം ഇങ്ങനെയാണെങ്കിൽ വിജാതീയ മതങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയൊരു നിയമം അവർക്കില്ല. സത്യദൈവത്തിൽ വിശ്വസിക്കാത്തവരെല്ലാം വിജാതീയതയുടെ ഭാഗമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് നേർ വിപരീതമാണ് പിശാചിന്റെ സ്വഭാവം എന്നതിനാൽ ക്രിസ്തീയ നിയമങ്ങൾക്ക് നേർ വിപരീതമാണ് വിജാതീയതയിലെ നിയമങ്ങൾ. കൗശല പ്രയോഗങ്ങളിലൂടെയും നുണപ്രചരണങ്ങളിലൂടെയും വിജാതീയ മതങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് ഇക്കാരണത്താലാണ്. എന്നാൽ സത്യവിശ്വാസത്തിൽ ആയിരിക്കുന്ന ഒരു സഹോദരനെ വ്യാജ പ്രബോധനങ്ങളിലൂടെ വഴിതെറ്റിക്കാൻ വിജാതീയർ ശ്രമിക്കുമ്പോൾ ആശയപരമായി അതിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തം സഭയിലെ ഓരോ അംഗത്തിനുമുണ്ട്. അതാണ് മതബോധനം. ക്രിസ്തീയതയുടെ പരമപ്രാധാന്യം സഭാംഗങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം എല്ലാ സഭാംഗങ്ങൾക്കും ഉള്ളതുപോലെ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുമുണ്ട്. ആരെങ്കിലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അവരെ തിരികെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ ഓരോ വിശ്വാസിയും ശ്രമിക്കണം. ഈ അവസരങ്ങളിൽ പ്രബോധനങ്ങൾക്ക് അപ്പുറമായ ബലപ്രയോഗങ്ങൾ ക്രിസ്തീയതയിൽ അനുവദിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ സഭയുടെ ഔദ്യോഗിക പ്രബോധനം ഇതാണ്: സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം. ഒരു പ്രബോധനം കൂടി ശ്രദ്ധിക്കുക: വിഘടിച്ചു നിൽക്കുന്ന ഒരുവനെ 1-2 പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അനുസരിക്കാത്ത പക്ഷം അവനുമായുള്ള ബന്ധം വിടർത്തുക. തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നവരോട് ക്രിസ്ത്യാനി സ്വീകരിക്കേണ്ട നിലപാട് ഇതുമാത്രമായിരിക്കണം. അതുപോലെ തന്നെ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നവർ തങ്ങൾക്ക് തന്നെ വരുത്തിവെക്കുന്ന ദുരന്തം എന്താണെന്ന് നോക്കുക. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നീട് ഒരു ബലി അവശേഷിക്കുന്നില്ല. മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ. മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ 2-3 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു. ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഈ ദുരന്തത്തിൽ ഒരു സഹോദരൻ നിബദിക്കാതിരിക്കാൻ ഓരോ ക്രൈസ്തവനും തൻ്റെ സഹോദരന്റെ കാവൽക്കാരനായിരിക്കണം. വിജാതീയരുടെ വഞ്ചനയിൽ നമ്മുടെ സഹോദരങ്ങൾ അകപ്പെടാതിരിക്കാനുള്ള കരുതലാണിത്. സഭയിലെ എല്ലാ ദൈവമക്കളും പരസ്പരം പുലർത്തേണ്ട ജാഗ്രത ആണിതെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളോട് ഇതിനേക്കാളേറെ ഉത്തരവാദിത്തമുണ്ട്. വിജാതീയതയിലേക്ക് ദൈവമക്കളെ വശീകരിക്കുന്നതിനായി പിശാചിനാൽ നിയുക്തരായവർ നമുക്ക് ചുറ്റിലും കറങ്ങി നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ആരും വിസ്മരിക്കരുത്. അപ്പസ്തോല പ്രമുഖനായ കേപ്പ നമുക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇതാണ്: നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരനിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. കേപ്പായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ.
ഈ തിരിച്ചറിവ് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരിക്കണം. മക്കളെ വിശ്വാസത്തിൽ വളർത്താനും നിലനിർത്താനും മാതാപിതാക്കൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം മറ്റാർക്കുമില്ല. അതുകൊണ്ട് തന്നെ സഭയിലെ ശ്രേഷ്ഠന്മാർ നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്തുമെന്നോ ശക്തിപ്പെടുത്തുമെന്നോ കരുതി നാം അലംഭാവം കാണിക്കരുത്. സഭയുടെ മതബോധനം കൊണ്ട് നമ്മുടെ മക്കൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുമെന്ന് ആശ്വസിക്കുകയുമരുത്. എന്തെന്നാൽ വ്യാജ പ്രവാചകന്മാരും വ്യാജോപദേഷ്ടാക്കളുമാണ് ഇന്ന് മതബോധനം കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ഉപദേശങ്ങൾ വിശ്വാസികൾക്ക് ഇടർച്ചയാണ്. കേപ്പായുടെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തിവെക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും. കേപ്പായുടെ 2-ാം ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇഫ്താർ വിരുന്നുകളും മതസൗഹാർദ്ദ റാലികളും സംഘടിപ്പിച്ചുകൊണ്ട് ജീവിതം ആഘോഷമാക്കിയിരിക്കുന്ന ഇടയന്മാർ വഞ്ചിക്കുന്നത് വിശ്വാസികളെ മാത്രമല്ല, മറിച്ച് തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ കൂടിയാണ്. പുരോഹിത സമൂഹത്തെക്കുറിച്ച് ദൈവം പറയുന്നത് എന്താണെന്ന് നോക്കുക. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ യാഹ്വേയുടെ ദൂതനാണ്. എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി. നിങ്ങൾ ലേവിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യാഹ്വേ അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവൻ്റെയും മുൻപിൽ നിന്ദിതരും നികൃഷ്ടരും ആക്കും. മലാക്കി പ്രവചനം 2-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ആയതിനാൽ കോടഞ്ചേരിയിലെ പെണ്ണിനെ പോലെ നിങ്ങളുടെ മക്കളും നിത്യനാശത്തിൽ നിപതിക്കാതിരിക്കണമെങ്കിൽ മെത്രാൻ സമിതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതബോധനത്തിൽ നിന്ന് സ്വന്തം മക്കളെ മോചിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കളെ തീവ്ര വിശ്വാസത്തിൽ വളർത്തുക. തീവ്ര വിശ്വാസം എന്നത് ഭീകരതയല്ല. വിജാതീയമായ സകലത്തിൽ നിന്നും അകന്നു നിൽക്കാൻ മക്കളെ പരിശീലിപ്പിക്കുക. ഈ ലേഖനം ഇവിടെ ഉപസംഹരിക്കുമ്പോൾ മനോവ പ്രസിദ്ധീകരിച്ച 2 ലേഖനങ്ങളുടെ ലിങ്കുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ലേഖനങ്ങൾ വായിക്കാൻ ചിലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായി ഭവിക്കില്ല. എന്നാൽ വായിക്കാൻ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ കോടഞ്ചേരിയിലെ പിതാവിനെ പോലെ വിലപിക്കേണ്ടി വരും. ഒരു കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു: മനോവയുടെ പ്രബോധനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി പോലും ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് വിജാതീയതയിലേക്ക് പോയിട്ടില്ല, പോകുകയുമില്ല. മനോവ മുൻപ് പ്രസിദ്ധീകരിച്ച അനേകം ലേഖനങ്ങളിൽ തിരഞ്ഞെടുത്ത 2 ലേഖനങ്ങളുടെ ലിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ലവ് ജിഹാദ് എന്നത് ക്രൈസ്തവ മതബോധനത്തിലെ പാളിച്ച എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനം. മറ്റൊന്ന്, മിശ്ര വിവാഹം എന്ന ഭീകരത എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനം. ഈ 2 ലേഖനങ്ങളെങ്കിലും എല്ലാ ക്രൈസ്തവ വിശ്വാസികളും വായിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിനെ നിലനിർത്താനും നശിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും. സർവശക്തനും വീണ്ടും വരാനിരിക്കുന്നവനുമായ യേശുവയുടെ പരിശുദ്ധ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും സമാധാനത്തിൻ്റെ അഭിവാദ്യങ്ങൾ.